ഹലോ പച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പം പറയാൻ വേണ്ടി പോകുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റീസൺസ് ആണ്. എന്തായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ഡേ ഷോ കാണാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാരണമായി എനിക്ക് പറയാനുള്ളത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടനും അത് സർവ്വൊരു പാട്ടുകാരും ഡയറക്ടറുള്ള വിശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മികച്ച നല്ല ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം നമുക്ക് ഓരോ പ്രേക്ഷകരും സമ്മാനിക്കുക. അതിൽ യാതൊരു സംശയമില്ല. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ചിത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചുള്ളത്. കാരണം എൻ്റെ ചിത്രം കാണുന്നത് വെറും സാധാരണക്കാരാണ്, അതുകൊണ്ട് തന്നെ അവരെ പൈസയുടെ വില എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവരുടെ പൈസ നഷ്ടമാവില്ല, അങ്ങനെ ചിത്രം തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം തന്നെയാണ്. അപ്പോൾ വിനീതിനുള്ള വിശ്വാസം സർവ്വോപരി ഇതിൽ കാശ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് മലയാള സിനിമയിൽ അടുത്ത കാലത്ത് വന്നു വെച്ചിട്ട് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പറയാൻ സാധിക്കും. കാരണം അത്രയേറെ താരതീര തന്നെ ചിത്രത്തിലുണ്ട്. പ്രണവ് മോഹൻലാൽ, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നിവിൻ പോളി, നീരജ് മാധവ്, കല്യാണി പ്രദേശൻ, ദീപക്, നിത പിള്ളൈ, ഷാൻ റഹ്മാൻ തുടങ്ങിയവർക്ക് പ്രധാനമായും കാശിങ് വന്നിട്ടുള്ള മൂവി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള മൂവി. അപ്പോൾ കാശിങ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ വിനീത് എന്ന് പറഞ്ഞ നടനുള്ള വിശ്വാസം തന്നെയാണ് എനിക്ക് ഒന്നാമത്തെ റീസണായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സിനിമ പ്രേമി അല്ലെങ്കിൽ സിനിമ മോഹി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും എനിക്ക് കാര്യത്തിലൊരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സിനിമാ മോഹമായി സ്വപ്നം കാണുന്ന ഒരു വ്യക്തി ലാസ്റ്റ് പറയുന്നുണ്ട്, ഏതൊരു വ്യക്തി ഡയറക്ടറെ തീരുമാനം അല്ല പ്രേക്ഷകരെ വിധിയെഴുതുന്നുണ്ട്, നല്ല ചിത്രങ്ങൾ വിജയം തന്നെ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ട്രെയിലറിൽ നമ്മുടെ പ്രണവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്നും പറ്റില്ലെങ്കിൽ അത്രയേറെ ഏക്കറില്ലേ പോയി കളക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ സിനിമ മോഹമായിട്ട് നമ്മൾ വിജയിക്കുകയില്ല എന്നൊക്കെ പറയുന്ന ആയിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്ക് എന്തായാലും എന്നെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു. ഒറ്റ റീസൺ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനുപരി ട്രെയിലർ നല്ലത് തന്നെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു റീസൺ എനിക്ക് പറയാനുള്ളത് ഇതിൽ പ്രണവ് എന്ന് പറയുന്ന നടനുള്ള ഒരു വിശ്വാസം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രണവിൻ്റെ ഈ ട്രെയിലറാണ് പാട്ടുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രണവ് മോഹൻ നമ്മൾ കാണാൻ സാധിച്ചു. ഇതുവരെ കാണുന്നത് പ്രണവ് മോഹൻലാലല്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സ്ലാങ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഒരു നമ്മുടെ ലാലേട്ടൻ്റെ മാനസും തന്നെ പ്രണവിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു മികച്ച അല്ലെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടി തോന്നിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ് സ്പോയിലാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി വെയിറ്റ് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നതെങ്കിൽ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ അടുത്ത ഒരു 50 കോടിയോ 100 കോടിയോ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെന്തായാലും വെയിറ്റിംഗ് തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.